ഇന്നേ ഞാൻ നിങ്ങളോട് പറയുന്ന വീഡിയോ എന്താണെന്നറിയാവോ? ഞാൻ ഓൺലൈനായിട്ട് കുറച്ച് പ്ലാന്റുകൾ വാങ്ങിച്ചായിരുന്നു. എന്നാൽ ആ പ്ലാന്റിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അതിന് വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫ്ലവറിൻ്റെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ വളരെ ആവേശത്തോടു കൂടിയാണ് ഈ പ്ലാന്റുകളെല്ലാം ബുക്ക് ചെയ്തത്. നല്ല ഒരു റേറ്റും ആയി കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ അത്രയും വലിപ്പമൊന്നും പ്ലാന്റിനില്ലായിരുന്നു. അത് പോട്ടെ, അത് പിന്നെ സാരമില്ല. പ്ലാന്റ് എങ്ങനെയായാലും നന്നായി കിട്ടിയിരുന്നാൽ മതിയായിരുന്നു. അത് പിന്നെ നമുക്ക് വലിപ്പമുള്ള പ്ലാന്റാക്കിയൊക്കെ നട്ട് വളർത്തി വളമൊക്കെ കൊടുത്ത് എടുക്കാം. പക്ഷേങ്കിൽ ഇത് നടാൻ പോലും നമുക്ക് കിട്ടിയില്ല. അതിൽ 10 പ്ലാന്റ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. അതിൽ 5 പ്ലാന്റിൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. ഒരു പ്ലാന്റ് പിന്നെ ഒരുവിധമൊക്കെ രക്ഷപ്പെടുത്തി എടുക്കാമെന്ന് തോന്നുന്നു. ശരിക്കും ഒരു അക്കിടി പറ്റിയതുപോലായിപ്പോയി കേട്ടോ. ഞാൻ ഇങ്ങനെ ഇടക്കാലങ്ങളിൽ ഞാൻ ഓൺലൈനിലൊക്കെ പ്ലാന്റ് വരുത്തുമായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു അബദ്ധം ആദ്യമൊന്നും എനിക്കുണ്ടായതിൽ പിന്നീട് ഞാനിത് വരുത്തത്തില്ലായിരുന്നു. എന്നാലും പൂക്കളുടെ ഭംഗി കണ്ടപ്പോൾ പിന്നെ ഞാൻ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ആ പ്ലാന്റിൻ്റെ അവസ്ഥ ഇങ്ങനെയായി. ഓൺലൈനിൽ സെയിൽ ചെയ്യുന്ന പലരുടെ കയ്യിൽ നിന്നും പ്ലാന്റ് വാങ്ങിക്കാറുണ്ടെങ്കിലും ഒരു പകുതി മുക്കാൽ ആൾക്കാർ നമ്മളത് ആ ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആ പ്ലാന്റ് അഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് മറ്റൊരു പ്ലാന്റ് അയച്ചു തരാറുണ്ട്. അങ്ങനെ എനിക്ക് തന്നിട്ടുള്ള നല്ല സെയിൽ ചെയ്യുന്ന ഓൺലൈനിലുള്ളവരും ഉണ്ട് കേട്ടോ. ഇല്ലെന്നല്ല, അങ്ങനെയുള്ളവർ കൂടുതലും അങ്ങനെയുള്ളവർ തന്നെയാണ്. പക്ഷേ ഇതിപ്പം എന്ത് ചെയ്യാനായി? എനിക്ക് തോന്നുന്നത് നമ്മൾ ഓർഡർ കൊടുത്തു കഴിയുമ്പം ഇത് പുറത്തുള്ള ആർക്കോ അവർ ഈ ഓർഡർ കൊടുക്കുന്നു. അവർ നേരിട്ട് നമുക്കത് അയച്ചു തരും. അതുകൊണ്ടായിരിക്കുമല്ലോ ഒരു 15 ദിവസത്തെ അവധി പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഓർഡർ കൊടുത്ത ആൾക്ക് അറിയത്തില്ലായിരിക്കും ഇത് ചീഞ്ഞതാണോ ഏത് പ്ലാന്റാണെന്നൊന്നും നമുക്ക് കിട്ടുന്നതെന്ന് അറിയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും എനിക്ക് പണി കിട്ടി. ഒരാഴ്ച മേലായ പ്ലാന്റ്, അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അഴുകിയത്. അത് അവരെടുത്ത് വെച്ചപ്പോൾ തന്നെ ഇത് അഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ സംഭവിച്ചത്. അഡീനിയം പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു പ്ലാന്റ് അല്ല എന്നുള്ള കാര്യം അഡീനിയം വളർത്തുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേങ്കിൽ ഇത് എവിടെയൊക്കെയോ പാളിച്ച പറ്റിപ്പോയി. അപ്പോൾ ആ പ്ലാന്റ് കിട്ടിയപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. പലപ്പോഴും നമുക്കിതുപോലത്തെ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അത് നമ്മളങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ വരാറില്ല. അതിനുവേണ്ടി ഞാൻ ഈ വീഡിയോ ഇട്ടതാണ്. അഡീനിയം പ്ലാന്റ് പറിച്ച് 1 മാസമോ 2 മാസമോ 6 മാസമോ ഒക്കെ വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ വേരുകൾക്കൊന്നും വളർച്ചയില്ല. കോഡക്സ് ചൊങ്ങിപ്പോയാലും പിന്നെയും നമ്മൾ നട്ട് വെക്കുമ്പോൾ നന്നായിട്ട് വളർന്നു വരുന്നൊരു പ്ലാന്റാണ് അഡീനിയം. പക്ഷേ ഇതെന്തോ അത് പറിച്ചു വെച്ചപ്പോൾ മുതലേ അഴുകാൻ തുടങ്ങി. അതുകൊണ്ടാണ് അതിൻ്റെ വേരുകൾക്കൊക്കെ കാര്യമായ ക്ഷതം സംഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് വന്നതല്ല. അത് അഡീനിയം പ്ലാന്റ് ഒന്നും പെട്ടെന്ന് അഴുകിപ്പോകുന്നൊരു പ്ലാന്റേ അല്ല. ഓൺലൈനിൽ സെയിൽ ചെയ്യുന്നവരെ ഞാൻ ഒരു ഇതാക്കി പറയുന്നതല്ല. എല്ലാവരും അതുപോലെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഓൺലൈനിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന ചില പ്ലാന്റുകളും ഇങ്ങനെ നമുക്ക് നഷ്ടം വരും. ഞാൻ വ്യക്തിപരമായിട്ട് അവരുടെ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും അവരുടെ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം അവർക്ക് ചിലപ്പം പറ്റിയ ആദ്യത്തെ അബദ്ധമായിരിക്കാം ഒരു പക്ഷെങ്കിലിത് എന്ന് ഞാനങ്ങ് വിചാരിക്കുന്നു. അവരെന്നോട് 15 ദിവസത്തിനുള്ളിൽ ഇത് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 15 കഴിഞ്ഞു, 20 ദിവസം ആയപ്പോഴാണ് നമ്മുടെ കൈകളിൽ ഇത് എത്തപ്പെടുന്നത്. അപ്പോൾ അത്രയും ദിവസം അത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അത് അങ്ങനെയും അത് അഴുകിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നിരുന്നാലും എൻ്റെ പ്ലാന്റിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയായി. അതിനെക്കുറിച്ച് ഇനിയും കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും എനിക്കറിയാം. ഇതിൽ അഴുകാത്ത പ്ലാന്റും അത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അല്ല. അതിൻ്റെ ബഡൊക്കെ ചെയ്തിരിക്കുന്നത് ചെറിയൊരു കഷ്ണം കൊണ്ടാണ്. ഒരു പക്ഷെങ്കിൽ അത് എത്രത്തോളം നന്നായിട്ട് രക്ഷപ്പെട്ടു വരുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഏതായാലും കിട്ടിയ പ്ലാന്റൊക്കെ കുഴിച്ച് വെക്കാം, അല്ലാത്ത പ്ലാന്റ് എടുത്ത് കളഞ്ഞേക്കാം. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് നല്ല പൂക്കൾ തരുന്ന പ്ലാന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് പറ്റിയ ഒരു അബദ്ധത്തെക്കുറിച്ച് നിങ്ങളിൽ എത്തിച്ചെന്ന് മാത്രം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്കിനിയും വീണ്ടും കാണാം. അപ്പോഴേ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കല്ലേ.